ഇവിടം വരെ കീറി ചുഴിതാറിട്ടരുത് എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. സ്വതന്ത്രം പൂതം വിട്ടുപോയാൽ മാന്യമായി വസ്ത്രം ധരിച്ചു. 6000 പ്യൂതമുണ്ടെങ്കിൽ ഒട്ടു തുണി കാണത്തില്ല. പിന്നെ നിങ്ങൾ നോക്കിയാൽ എത്ര എണ്ണം വെച്ചോണ്ടെന്നുള്ള തുണി അളവ് വെച്ചോണ്ട് ഒരു സ്വതന്ത്രം പറഞ്ഞാൽ. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ സ്നേഹത്തോടെ പറയാം. കർത്താവിനെ കണ്ടെത്തിയ മാനം മര്യാദയ്ക്ക് ആരാധനയ്ക്ക് വന്നോണം. നിന്നെ കണ്ട നാട്ടുകാർ പറയണം ഭൂതമെല്ലാം വിട്ടുപോയി, കൃപയെ വന്ന മാന്യായ ദൈവപൈതലാണെന്ന് നിന്നെ കണ്ട സ്വർഗം പറയണം. ചേർന്ന് ദൈവത്തെ ആരാധിച്ചത് ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഇവൻ വസ്ത്രം ധരിച്ച് കർത്താവിനെ അനുഗമിച്ചു. കർത്താവിന് തിരിച്ചു പോകും. നിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ അപ്പനെയും അമ്മയും പോയി കാണിക്കുക. അത് വായിച്ചപ്പോഴേ ഈ കാര്യം പിടികിട്ടിയേ. സന്ധ്യയുടെ യാമത്തിൽ 1000 സൗഖ്യം നിൽക്കുമ്പോൾ പെട്ടെന്ന് അക്കരയ്ക്ക് പോകാൻ പറഞ്ഞതിന് കാര്യം, നാളുകളായി അകത്തളത്തിൽ ജ്യേഷ്ഠന്റെ കല്യാണം നടക്കുന്നില്ല, മോടെ കല്യാണം നടക്കുന്നില്ല, മകൻ ഭ്രാന്തനായി കിടക്കുന്ന ശവക്കോട്ടയിൽ. നാട്ടുകാരും കൂട്ടുകാരും വീട്ടുകാരും എല്ലാം കൈവിട്ടൊരു മാതാവ് നാളുകളായി കരയുന്നു. ശ്രദ്ധിച്ചേ, നിങ്ങളുടെ പ്രഷർ അടക്കാനുള്ള യന്ത്രമുണ്ട്. എത്ര BP ഉണ്ട്, എത്ര ഷുഗർ ഉണ്ട്, എത്ര കൊളസ്ട്രോൾ ഉണ്ട്, രക്തത്തിനകത്ത് എത്രമാത്രം അളവുണ്ട്, നിങ്ങൾ നടന്നാൽ എത്ര സ്പീഡിലാണ് നടന്ന് എല്ലാം അളക്കാൻ, നിങ്ങളുടെ പൾസ് അളക്കാൻ, നിങ്ങളുടെ ഹാർട്ടിന്റെ ബീറ്റ് അളക്കാൻ എല്ലാം ഉള്ള ഉപകരണമുണ്ട്. പക്ഷെ കണ്ണുനീരളക്കുന്ന ഉപകരണം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നീ എത്ര കരഞ്ഞു, ഇനി എത്ര കരയും, നിന്റെ അകത്തത്രയും കണ്ണുനീരുണ്ടെന്ന് ഇതുവരെ ഒരു യന്ത്രം കണ്ടുപിടിച്ചു. അതറിയാവുന്ന ഒറ്റയാളേ ഉള്ളൂ, അത് ഞാൻ പ്രസംഗിക്കുന്ന യേശുവാ. പ്രൈസ് ദി ലോർഡ്. ആ തുരുത്തി നിറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര ഭാരമേറിയ വിഷയമായാലും, എത്ര അപമാനിക്കപ്പെട്ട വിഷയമായാലും, വിടുതലില്ലെന്ന് ലോകം കുറിച്ചു വെച്ച വിഷയമായാലും, അവന്റെ തുരുത്തി നിറഞ്ഞാൽ അവൻ ക്ഷണത്തിൽ നിന്റെ അടുക്കലേക്ക് ഇന്ന് രാത്രി കടന്നു. ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. അത് നാട്ടുകാരെ മുഴുവൻ വിധി എഴുതിയ തള്ളിയ കേസിന് സ്വർഗത്തിന്റെ തുരുത്തിയിൽ കടന്നു നിറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, വേഗം അക്കരയ്ക്ക് പോ. ഹല്ലേലൂയ. കരയുന്ന ഒരു മാതാവ് ഇതിനകത്തുണ്ടെങ്കിൽ, കരയുന്ന ഒരു പിതാവിനകത്തുണ്ടെങ്കിൽ, നിന്റെ തലമുറ എത്ര വഴിതെറ്റിപ്പോയ ജീവിതമായാലും, ആരെല്ലാം എഴുതി തള്ളിയ കേസായാലും, ഞാൻ ഒരു കാര്യം ഉറപ്പായി പറഞ്ഞ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയട്ടെ, കരയുന്ന ഒരു മാതാവും പിതാവും ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ കുടുംബത്തിന്റെ ഉള്ളറയിൽ ആ തലമുറയെ വിടുവിച്ച് നിന്നെ മാനിപ്പാൻ എന്റെ യേശു മതിയായവനാ. വിശ്വാസമുള്ളവർ മാത്രം ഇതിനകത്ത് ചേർന്ന് കരമടിച്ചൊരു നിമിഷം ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ രാത്രി വിടുവിക്കുന്ന യേശുവിന്റെ കരം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ,